അപ്പോൾ എൻഗേജ്മെൻ്റെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ വരാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചകൾ പരാതി പറഞ്ഞാൽ പച്ച എടുക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചകൾ എന്താണ് പറയുന്നത്? ഫയദിനോട് എന്താ പറയാ? ഫയദിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഇവിടെ അടിപൊളി ആഘോഷങ്ങൾ നടക്കുകയാണ്. അതെ ഒന്നും കൂടെ നിനക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ഇന്നലെ എടുക്കാത്തതുകൊണ്ട് ആരെല്ലാം പരാതി പറഞ്ഞു. വ്ളോഗിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് സുരയ്യ സലീം. അപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പോൾ ലിയാന നമ്മുടെ മൂത്ത കാരണവരോടുണ്ട്. എന്താ ഫയദിനോട് പറയാനുള്ളത് ഈ ആഘോഷവേളയിൽ? ആഘോഷം കഴിഞ്ഞു, പക്ഷെ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ പിയാപ്പിളുടെ ഏട്ടത്തി. പക്ഷെ ഇന്നലത്തെ സ്റ്റാർ ഓഫ് അട്രാക്ഷൻ പറ്റുമായിരുന്നു. വീണ്ടും ഫയദ് എപ്പോഴും കണ്ടുകൊണ്ട് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. എന്നെയും കൂടെ വീഡിയോ കയറ്റുമെന്നാണ് പറയുന്നത്. എന്താണ് ഫയദിനോട് പറയാനുള്ളത്? ആശംസകളും. ഓക്കെ, പിയാപ്പിളുടെ അനിയനെ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയദിൻ്റെ കസിൻസാണ്. എന്താ പറയണം ഫയദിനോട്? ഇന്നലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അതിൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണം ഫയദിനോട്? ഒരു വിഷയം ഓ അങ്ങനെ എന്തിന് ഇത് റിയ വലിയ ആളാണെന്നാണ് വിചാരം. പക്ഷേ ഒന്നുമല്ല. ഒരു ആയി പറയും, ഒരു വിഷയം പറയും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഫയദിന് ഇന്നലെ അപ്പോൾ ഇന്നലെ ഫയദിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നലെ അങ്ങനെ തിരക്കായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്താണ് ഫയദിൻ്റെ ഒരു വിഷയം? ഓക്കെ, എന്താണ് ഈ മുട്ടയുടെ രസം? അതാണ് ഇതിൻ്റെ സൗന്ദര്യം അല്ലേ? യങ്ങായിട്ട് ഇരിക്കുന്നു. കാണുന്ന പോലെയല്ല, കുറച്ച് നല്ല പ്രായം. കാണുന്നതിൻ്റെ നല്ല പ്രായമുണ്ട്. ഇരട്ടകൾ